നടത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അതിക്രൂരമായി പിണറായി വിജയന്റെ വിജയൻ സേനയുടെ അക്രമത്തിൽ പരിക്ക് പറ്റിയ ആളുകൾ, പോലീസിന്റെ ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്ക് പറ്റിയ ആളുകൾ, അവരെല്ലാം ഹൃദയാഭിവാദം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ നമ്മുടെ പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് ഇരുമ്പഴിക്കുള്ളിലായ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ശ്രീ ആദോ ജനീഷ് തൊട്ട് ശ്രീ വൈശാഖ സച്ചൻ തൊട്ട് 18 ദിവസക്കാലം ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ചൈത്രാടി തമ്പാനം പവിജയും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോടൊപ്പം ജയിലിൽ കിടന്ന ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ സാജൻ ദാസ്, ഏറെ പ്രിയപ്പെട്ട സാജൻ ലാൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഉമ്മർകുട്ടി നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയേഷ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ജയനം കിട്ട പുറത്തേക്ക് വരുമ്പോഴും ഇന്ന് ഇരുമ്പഴിക്കുള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന പോരാട്ടം നടത്തുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ ഇനിയും നമ്മൾ ഈ ജയിലുകൾ നിറയ്ക്കണമെന്ന ജയം കേരളത്തിലെ ജയിലുകൾ ഇടമില്ലാത്ത ഇടങ്ങളായി മാറുന്ന സാഹചര്യം നമ്മൾ സമരങ്ങളിലൂടെ സൃഷ്ടിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുമായ അഭിവാദ്യങ്ങളും പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ധീരമായി നേതൃത്വം നടക്കുന്ന ശ്രീ പ്രവീൺ കഴിഞ്ഞ ദിവസം അതിക്രൂരമായി പരിക്ക് പറ്റിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ വേണ്ടിയിട്ടുള്ള പോരാട്ടം അടുത്ത ദിവസം തന്നെ വിശദമായി നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കടക്കമുള്ള ഹൃദയാഭിവാദ്യങ്ങളുമായി അടുത്ത ദിവസം തന്നെ നിങ്ങളെ കാണുന്നതായിരിക്കും. ഒറ്റക്കാര്യം ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാജാവെന്ന് വിചാരിക്കുന്ന കേരളത്തിന്റെ ഏകാധിപതിയായ ചക്രവർത്തിയോട് കിരീടം താഴെ വെക്കുക ജനങ്ങളുടെ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറക്കാതിരിക്കും നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് കേസുകൾ എടുക്കപ്പെടുന്ന കാലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുവാൻ വണ്ടിപ്പെരിയാറിലെ പിഞ്ചുകുട്ടിയെ പിച്ചി ചീന്തിയവൻ അനുവാദമുള്ള നാട്ടിലും പ്രതിപക്ഷ യുവജന പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്ക് മാധ്യമപ്രവർത്തകരെ കാണുവാൻ പോലും ഊച്ചുവിലങ്ങിടുന്ന കാലത്ത് കൂടുതൽ ശക്തമായി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും തന്നെയാണ് തീരുമാനം. നാളെ KPCC-യിൽ വെച്ച് വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കും. സമരം ശക്തമായി തുടരുമോ? തീർച്ചയായിട്ടും വിശദമായിട്ട് നാളെ സംസാരിക്കും.